മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറേ വ്യക്തികൾ വേണ്ട സ്ഥലത്തും വേണ്ടാത്ത സ്ഥലത്തും ഭാരതത്തെക്കുറിച്ച് വിമർശിക്കുമ്പോൾ ജാതി വ്യവസ്ഥയാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയാറുണ്ട്. വളരെ ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. യഥാർത്ഥത്തിൽ വർണ്ണവ്യവസ്ഥയെയാണ് ഇവർ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. വർണ്ണത്തിന് ഒരു സൊസൈറ്റിയെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ഏത് വിദ്യയായാലും പഠിപ്പിക്കുന്നവര് ബ്രാഹ്മണൻ എന്ന വർണ്ണം, ജാതിയല്ലാതെ ബ്രാഹ്മണൻ എന്ന പ്രൊഫഷൻ, നമ്മൾ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ എന്ന് പറയുന്ന മാതിരി ഒരു രാഷ്ട്രത്തിന്റെ നിയമവ്യവസ്ഥ പാലിക്കുകയും രാഷ്ട്രത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന. രണ്ടാമത്തേത് ക്ഷത്രിയര്. അവർ ഏത് ജാതിയിൽ പിറന്നവരാണെങ്കിലും ഈ പ്രൊഫഷൻ സ്വീകരിക്കുന്നവരെയാണ് നമ്മൾ ക്ഷത്രിയരെന്ന് പറയാം. ഏത് ജാതിയിൽ പിറന്ന ആളാണെങ്കിലും കൃഷിയും പശുപരിപാലനം ഇങ്ങനെയുള്ള ബിസിനസ് ചെയ്യുന്നവർ ആരായാലും ശരി, അവന്റെ പ്രൊഫഷണൽ പേരാണ് വൈശ്യൻ എന്ന് പറയുന്നത്. ശൂദ്ര സർവശില്പാനിച്ച, എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടിംഗ് വർക്ക് ചെയ്യുന്നവര്, അവരെയാണ് ശൂദ്രന്മാരെന്ന് പറയുന്നത്. എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടിംഗ് വർക്ക്. അതൊരു വർണ്ണമാണ്, ജാതിയല്ല, താഴ്ന്നതാണെന്ന് പറഞ്ഞിട്ടില്ല. ഉത്തമം ച അധമം ച ഏതത് കർമ്മ ന വിദ്യതി. ഒരു കർമ്മവും ഉത്തമമെന്നോ അധമമെന്നോ ഇല്ല. സർവേ കർമാണി മധ്യമാണേവ. എല്ലാ കർമ്മങ്ങളും അതാത് ഇവാലുവേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നോർമൽ കർമ്മങ്ങളാണ്. നോർമൽ കർമ്മങ്ങളാണ് ഇതെല്ലാം, പഠിക്കലും പഠിപ്പിക്കലും രാജ്യരക്ഷയൊക്കെ. അപ്പൊ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നവരോടെല്ലാം എനിക്ക് ഒരു ചോദ്യമേ ഉള്ളൂ. ഈ 4 കാര്യങ്ങളും ഇന്ന് എല്ലാ ഓഫീസുകളിലും ഇല്ലേ? മാനേജർ, ഡയറക്ടർ, ചെയർമാൻ, ഇവരെയൊക്കെ ബ്രാഹ്മണരെ പോലെ മുകളിലെ എയർ കണ്ടീഷൻ മുറിയിൽ അവർ ട്രീറ്റ് ചെയ്തു. അതുപോലെ തന്നെ അവിടുത്തെ ക്ഷത്രിയര് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, അതിന്റെ പ്രൊട്ടക്ഷൻ, അതിന്റെ പ്രൊപ്പഗേഷൻ, ഇതെല്ലാം ചെയ്യുന്ന ക്ഷത്രിയര്, അക്കൗണ്ടിങ് സെക്ഷൻ മുഴുവനും കൈകാര്യം ചെയ്യുന്ന, വരവ് ചെലവ് എക്സ്പെൻസ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന വൈശ്യര്, അവിടുത്തെ സെക്യൂരിറ്റിയും, അവിടുത്തെ ബ്ലാക്ക് കാറ്റുകൾ ഉണ്ടെങ്കിൽ അതും, CISF ഉണ്ടെങ്കിൽ അതും, അങ്ങനെ ഉള്ളവരെല്ലാം ഇന്റേണൽ എക്സ്റ്റേണൽ സെക്യൂരിറ്റി നോക്കുന്നവര് ആരാണോ അവരെ നമുക്ക് ക്ഷത്രിയർ എന്ന് പറയാം. സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഈ മാനേജർക്കും ഡയറക്ടർക്കും ബാക്കിയുള്ളവർക്കും ചായ കൊണ്ടു കൊടുക്കാം, അവരുടെ ടേബിൾ ക്ലീൻ ചെയ്യുക, അവർ കുടിച്ച ചായപാത്രം കഴുകുക, അവർ ചോറ് തിന്നിട്ടുണ്ടെങ്കിൽ ആ പാത്രം കഴുകുക, അവരുടെ എച്ചിലെടുക്കുക, ഇതൊക്കെ ഇപ്പോഴും ചെയ്യുന്നില്ലേ? അപ്പൊ പിന്നെ ഈ 4 ക്ലാസ് ഇപ്പോഴും ഉണ്ടല്ലോ. ഏറ്റവും മുകളിൽ സോക്കോൾഡ് ബ്രാഹ്മണൻ എന്ന് പറയുന്ന പ്രസിഡന്റും സെക്രട്ടറിയും ഡയറക്ടറും കമ്മിറ്റി മെമ്പേഴ്സും ചെയർമാനും ഒക്കെ മുകളിൽ, അവർക്ക് വേണ്ടി പാത്രസേവ ചെയ്യുന്ന ശൂദ്രൻ, അത് പ്യൂണായിട്ടോ സപ്പോർട്ടിംഗ് സ്റ്റാഫായിട്ടോ വേറെ, ഇവിടുത്തെ അക്കൗണ്ടിങ് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന, വരവ് ചെലവുകൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയും കൂടുതൽ വരവുണ്ടാക്കാനും ചെലവ് കുറയ്ക്കാനും ബിസിനസ് കൂട്ടാനും വേണ്ടിയിട്ട് ഉള്ള വൈശ്യനും, അതുപോലെ തന്നെ കമ്പനിയുടെ അടിത്തറ മുഴുവനും സ്ട്രോങ് ആക്കാനും സംരക്ഷിക്കാനും കമ്പനി ഒരിക്കലും താഴെ പോകാതിരിക്കാനും ഈ ചെയർമാനും ഡയറക്ടർക്കും പ്രസിഡന്റിനൊക്കെ താഴെ കുറച്ച് കോ ചെയർമാൻ എന്നും അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ളതും ഡെപ്യൂട്ടി ഡയറക്ടർ എന്നുള്ളതും അവരൊക്കെയാണ് ശരിക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഏറ്റവും മുകളിലുള്ളവർ ചായ കുടിച്ച് പോവുകയുള്ളൂ. അപ്പൊ ഈ ക്ഷത്രിയൻ എന്ന് പറയുന്നത് ആ കമ്പനിയെ തകരാതെ തളരാതെ വരളാതെ വളർത്താൻ വേണ്ടിയിട്ടുള്ള സംരക്ഷണം കൊടുക്കുന്ന അസിസ്റ്റന്റ് മാനേജർ, ഡെപ്യൂട്ടി മാനേജർ, കോ മാനേജർ, ട്രഷറർ, അല്ലെങ്കിൽ അക്കൗണ്ടന്റ്, ചീഫ് അക്കൗണ്ടന്റ്, ഇവരെ എല്ലാവരെയും നമുക്ക് ഈ 4 കാറ്റഗറിയിൽ പെടുത്തിയിട്ടല്ലേ ഇപ്പോഴും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെയുള്ള ഈ ക്ലാസിഫിക്കേഷൻ തന്നെയല്ലേ പണ്ടുണ്ടായിരുന്നത്. പണ്ട് പേര് കൊടുത്ത പോലെ ഇപ്പോഴും പേരുണ്ട്. അതിനേക്കാളും വിചിത്രമായിട്ടുള്ള പേരാണ് ഇപ്പോൾ ഉള്ളത്. ക്ലാസ് 1 ഓഫീസേഴ്സ് ബ്രാഹ്മണര്, ക്ലാസ് 2 ഓഫീസേഴ്സ് ക്ഷത്രിയര്, ക്ലാസ് 3 ഓഫീസേഴ്സ് വൈശ്യര്, ക്ലാസ് 4 ഓഫീസേഴ്സ് ശൂദ്രര്. അത് ഏറ്റവും നികൃഷ്ടമാണ് ഈ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും താഴെ ഏതാന്ന് ചോദിച്ചാൽ ക്ലാസ് 4. അപ്പൊ താൻ ക്ലാസ് 4 ആണല്ലേ, അതിന്റെ അർത്ഥം താൻ ചൂലെടുത്തടിക്കുന്നവനാണെന്ന്. പക്ഷെ അതിനേക്കാൾ നല്ല പേരല്ലേ നമ്മുടെ കൊടുത്തിരുന്നത്. യഥാർത്ഥത്തിൽ വർണ്ണവ്യവസ്ഥയല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്,
വർണ്ണവ്യവസ്ഥയിൽ ചില വ്യക്തികളോട് മറ്റു ചിലർക്കുള്ള വീക്ഷണമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. മതമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, അത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുപോലെ ജാതി അല്ല പ്രശ്നം ഉണ്ടാക്കിയത്. സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് ശരിക്കും ഇവിടുത്തെ ജാതി വ്യവസ്ഥ നോക്കിയിട്ടല്ല. ബംഗാളിൽ ഇതിനേക്കാൾ നരകമായിട്ടുള്ള ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഇന്നും ബീഹാറിലും ജാർഖണ്ഡിലും നീചവും നിന്ദ്യവുമായിട്ടുള്ള ജാതി വ്യവസ്ഥയുണ്ട്. അവിടെ ചെന്നിട്ട് ഭ്രാന്താലയം എന്ന് വിവേകാനന്ദൻ പറഞ്ഞില്ലല്ലോ. തൻ്റെ ജന്മസ്ഥലമായിട്ടുള്ള ബംഗാളില് കേരളത്തെക്കാൾ നീചമായിട്ടുള്ള ജാതി വ്യവസ്ഥയുണ്ടായിട്ട് ഭ്രാന്താലയം എന്ന് പറഞ്ഞില്ല. എന്തേ കേരളത്തെ കുറിച്ച് പറഞ്ഞു? അത് മാത്രം മറച്ചു വെച്ചിരിക്കുകയാണ് എല്ലാവരും. വ്യക്തമായിട്ട് പറഞ്ഞത് ഈ ജാതി വ്യവസ്ഥയുടെ പേരില് താഴ്ന്ന ജാതിക്കാര് മതം മാറി ക്രിസ്ത്യാനികളായി പോകുന്നതിനെ കണ്ടിട്ടാണ് അദ്ദേഹം ഡോക്ടർ പൽപ്പുവിനോട് പറഞ്ഞത്, ഏത് ജാതിയാണോ വേദന അനുഭവിച്ച് മതം മാറുന്നത് ആ ജാതിയിൽ നിന്ന് തന്നെ സന്യാസിമാരും ഋഷിമാരും ഉണ്ടായാലേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞത്. അതായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ആവേശം നൽകിയത്. വിവേകാനന്ദനേക്കാൾ 11 വർഷം മൂത്തതാണ് ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീനാരായണ ഗുരു ജനിച്ചിട്ട് 162 വർഷം. ശരിക്കും സ്വാമി വിവേകാനന്ദൻ ജനിച്ചിട്ട് 151 വർഷമായിട്ടുള്ളൂ. ആ വിവേകാനന്ദൻ പറഞ്ഞതാണ് ശരി എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ വിവേകോദയം പ്രസ് അത് വിവേകാനന്ദന്റെ പേരിലാണ് തുടങ്ങിയത്. അപ്പൊ അവിടെ മനുഷ്യൻ മതം മാറുന്നതിനെതിരെയാണ്. വിവേകാനന്ദനും മഹാത്മാഗാന്ധിയും ഒരേ വരി പറഞ്ഞിരിക്കുന്നത്, ഹിന്ദു ധർമ്മത്തിൽ നിന്ന് ഒരാള് മറ്റു മതത്തിലേക്ക് പോകുമ്പോൾ ഹിന്ദുവിന്റെ എണ്ണം ഒന്ന് കുറയുകയും മറ്റ് മതസ്ഥരുടെ എണ്ണം ഒന്ന് കൂടുകയും ചെയ്യുന്നതല്ല പ്രശ്നം. ഭാരതത്തിനും നമ്മുടെ സംസ്കാരത്തിനും ഒരു ശത്രു ഉണ്ടായി എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ശരിക്കും ക്ലിയർ ആയിട്ട് വിവേകാനന്ദൻ പറഞ്ഞു. അത് തന്നെ മഹാത്മാഗാന്ധി ആവർത്തിക്കുകയും ചെയ്തു. ഒരു ശത്രുവുണ്ട്. അപ്പോ ഈ ജാതി വ്യവസ്ഥയായിരുന്നില്ല പ്രോബ്ലം. ഞാൻ ഉദ്ദേശിച്ച ജാതി വ്യവസ്ഥ വർണ്ണവ്യവസ്ഥയാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ വാക്ക് ഉപയോഗിച്ച്. വർണ്ണവ്യവസ്ഥ ഇപ്പോഴും ഉണ്ട്, കുറെ കൂടി മോശമായിട്ടുള്ള രീതിയിലുണ്ട്. ആ വർണ്ണവ്യവസ്ഥ അത് ജാതി എന്ന് പറയുന്നതാക്കി മാറ്റി ഒന്നും പഠിക്കാതെ അതിനെതിരെ എതിർക്കുകയും പുച്ഛിക്കുകയും ചെയ്തു. എങ്ങാനും ഞാൻ ഈ യൂട്യൂബിൽ പറഞ്ഞിരിക്കുന്നത് കുറെ പേര് കേട്ടാൽ തീർച്ചയായിട്ടും കുറെ പേര് പറയും, ഗോപാലകൃഷ്ണൻ ഇപ്പോഴും വർണ്ണവ്യവസ്ഥ പുനഃസ്ഥാപിക്കാനുള്ള തത്രപ്പാടിലാണെന്ന് പറയാതിരിക്കില്ല. വസ്തുതകൾ എന്താണെന്ന് അറിയിക്കൽ മാത്രമാണ് എൻ്റെ ജോലി. അത് നിങ്ങൾ അറിയണം. ഏത് രീതിയിൽ എടുക്കുന്നു പ്രതികരിക്കുന്നു അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷെ എന്താണ് വർണ്ണം, എന്താണ് ജാതി? വർണ്ണവ്യവസ്ഥയാണെങ്കിൽ ഇപ്പോഴും അതുണ്ട്. ഡോക്ടർമാരും ചെയർമാൻമാരും ബാക്കിയുള്ളവരൊക്കെ മുകളിലിരിക്കുന്നു. കമ്പനിയെയും ആശുപത്രിയെയും പ്രൊട്ടക്ട് ചെയ്യാനുള്ള വേറൊരു വിഭാഗം ക്ഷത്രിയരായിട്ടുണ്ട്. ബിസിനസ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് കമ്പനിയെ ഉയർത്താനുള്ള വൈശ്യരുണ്ട് എല്ലാ സ്ഥാപനത്തിലും. സപ്പോർട്ടിംഗ് സ്റ്റാഫായിട്ട്, ഡ്രൈവറായിട്ടും, പ്യൂണായിട്ടും, സ്കാവഞ്ചറായിട്ടും, ആയമാരായിട്ടും 4ാമത്തെ ഗ്രേഡും ഇപ്പോഴും ഉണ്ട്. ഇതിൽ ആർക്ക് വേണമെങ്കിലും ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് പോവാം. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. മുകളിൽ നിന്ന് ചുവട്ടിലേക്കും വരാം. നല്ല ഡോക്ടർമാരുള്ള ചില ആശുപത്രികളിൽ ആ ഡോക്ടർമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് മാറുന്നുണ്ട്. അവർ ചികിത്സിക്കാൻ പോവില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ചാർജ് വരുമ്പോൾ അവർ നേരെ എന്തായി, അവർ ആ ബ്രാഹ്മണ്യത്തിൽ നിന്ന് വൈശ്യനിലേക്ക് താഴ്ന്നു. ഇനി നല്ല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് വർക്ക് ചെയ്ത ഡോക്ടർ, അത് മതി, ഇനി ഞാൻ ചികിത്സിക്കാനായിട്ട് പോവാണ്, ശരിക്കുള്ള പ്രൊഫഷണൽ ഡോക്ടർ ആവാൻ പോവാണ്, അങ്ങോട്ടേക്ക് മാറാം. അപ്പൊ ഈ 4 വ്യവസ്ഥയും പണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ചബിൾ ആയിരുന്നു. ഇന്നും അതുണ്ട്. പക്ഷെ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ അതിന് വേറൊരു പേര് കൊടുത്തു. ഏതുപോലെ കക്കൂസ് എന്ന് പറയുന്നതിന് പകരം ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡിഗ്നിറ്റി കൂടും എന്ന് പറയുന്ന പോലെ. മലവിസർജനത്തിന് പോകാന്ന് വെച്ചാൽ വൃത്തികേടായി. നമ്പർ 2 പോകാന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ല. നമ്പർ 1 എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോ ഒരേ പ്രക്രിയയ്ക്ക് വേറൊരു പേര് കൊടുക്കുമ്പോൾ നമ്മൾ അതിന് കുലീനത്വം കൂടുന്നതായിട്ട് വിചാരിക്കുന്നു. തെറ്റാണ്. പണ്ടുണ്ടായിരുന്ന അന്നത്തെ കാലത്ത് ആവശ്യമായിട്ടുള്ള പേര് ഉപയോഗിച്ചു. ഇന്നത്തെ കാലത്തും അത് തുടരുന്നു. അന്ന് ചെയ്തത് തെറ്റും ഇന്ന് ചെയ്തത് നമ്പറിന്റെ വ്യത്യാസത്തിലും പേരിന്റെ വ്യത്യാസത്തിലും വരുത്തിയത് കൊണ്ട് അത് ശ്രേഷ്ഠമാവുന്നില്ല. എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. ചിന്തിക്കുക, വേണമെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ വേണ്ട. പ്രണാമം, നമസ്കാരം.